ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. ഇങ്ങോട്ട് തിന്മ ചെയ്യുന്നവരോട് നന്മ കൊണ്ട് പ്രതികരിക്കണം നബിയേ, ഇങ്ങോട്ട് തിന്മ ചെയ്യുന്നവരോട് അങ്ങോട്ട് നന്മ ചെയ്യണം നബിയേ. അങ്ങനെ ചെയ്താൽ നിങ്ങളും മറ്റാര് തമ്മിലാണോ ശത്രുതയുള്ളത് ആ ശത്രു നിങ്ങളുടെ ഏറ്റവും നല്ല മിത്രമായി മാറുന്നത് കാണാം. അങ്ങനെയാണ്. ഒരു മനുഷ്യന് നന്മ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ആ മനുഷ്യരിൽ നിന്ന് എന്തെന്നില്ലാത്തൊരനുസരണം, എന്തെന്നില്ലാത്തൊരു ആദരവ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതില്ലാത്ത വളരെ വളരെ വിരളമാണ്. നന്മ ചെയ്യുക, തിന്മ ചെയ്യുന്നവർക്ക് അങ്ങോട്ട് നന്മ ചെയ്തു കൊടുക്കുക. ഇങ്ങോട്ട് വേസ്റ്റൊക്കെയാണ് അയൽവാസി ഇങ്ങോട്ട് കൊണ്ടുവന്നിടുന്നത്, അങ്ങോട്ട് ചോറ് വെക്കുമ്പോൾ ഒരൽപ്പം ചോറും കറിയും കൊണ്ടേ കൊടുക്കുക. ഇങ്ങോട്ടിടുന്നത് തിന്മയാണ്, അങ്ങോട്ട് നന്മ. ഇതങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നുണ്ട്, എനിക്കറിയാം നടക്കാൻ പോണില്ല. അതുകൊണ്ട് ഖുർആൻ തന്നെ പറഞ്ഞു ഇത് സാധ്യമല്ല എല്ലാവർക്കും, ഇത് എല്ലാവർക്കും കഴിയില്ല. ഇല്ലല്ലദീന സ്വബറൂ, നല്ല ക്ഷമയുള്ളവർക്കും, വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അദീം, നല്ല സൗഭാഗ്യം കിട്ടിയവർക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുകയുള്ളൂ. അല്ലാത്തതൊക്കെ ഇങ്ങോട്ടിട്ട രണ്ട് കൊട്ട അങ്ങോട്ട്, നമ്മൾ അങ്ങനെ ചെയ്യാം. അങ്ങനെയല്ല, ഇങ്ങോട്ട് തിന്മ ചെയ്യുന്നവർക്ക് അങ്ങോട്ട് നന്മ ചെയ്യാൻ, ഇങ്ങോട്ട് തിന്മ ചെയ്യുന്നവരെ അങ്ങോട്ട് തിന്മയായി പ്രതികരിക്കുക. മൃഗങ്ങൾ പോലും അങ്ങനെയല്ലേ? പച്ച സാധുവായ പൂച്ചയൊന്ന് കെട്ടിയിട്ട് റൂമിൽ അടച്ചിട്ട് പൂച്ചയ്ക്ക് എസ്കേപ്പ് ചെയ്യാൻ ഒരു വഴിയില്ലാതെ കെട്ടിയിട്ട് അതിനൊന്ന് അടിച്ചു നോക്കി, അതൊരു നരിയെ പോലെ പെരുമാറും. മൃഗസ്വഭാവമാണ്. ഇങ്ങോട്ട് തിരിച്ച് മോശമായി, അങ്ങോട്ട് മോശമായി. മുസ്ലിം അങ്ങനെയല്ല. മുഅ്മിനായ മനുഷ്യന്റെ അൽ കലിമത്തു ത്വയ്യിബ, ഏറ്റവും നല്ല വചനം, ചില സമയങ്ങളിൽ വാക്കുകൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ല വചനം. മിണ്ടാതിരിക്കുക, ചില വിഷയങ്ങൾക്ക് മറുപടി പറയാതിരിക്കൽ. ഉഹദ് യുദ്ധം നടക്കുമ്പോ അബൂ സുഫിയാൻ ഉറക്കെ വിളിച്ചു ചോദിച്ചില്ലേ, ഐന മുഹമ്മദു അഫീകും മുഹമ്മദു, നിങ്ങളിൽ മുഹമ്മദ് നബിയില്ലേ? സഹാബത്തിനോട് നബി പറഞ്ഞു, ആരും മറുപടി പറയണ്ട, ആരും മിണ്ടണ്ട, മറുപടി പറയണ്ട എന്ന് പറഞ്ഞു. പിന്നെ അബൂ സുഫിയാൻ എന്നവരെ ചോദിച്ചു വന്ന അദ്ദേഹം മുസ്ലിമല്ല. അഫീകും അബൂബക്കറിൻ, നിങ്ങളിൽ അബൂബക്കറില്ലേ? നബി ഞങ്ങൾ പറഞ്ഞു, അബൂബക്കറെ ആരും മറുപടി പറയേണ്ടതില്ല, മിണ്ടിപ്പോവണ്ട. അഫീകും ഉമറു, നിങ്ങളിൽ ഉമറില്ലേ എന്നൊക്കെ ചോദിച്ചു. നബി ഞങ്ങൾ മറുപടി പറഞ്ഞു, ആരും മറുപടി കൊടുക്കരുത്, ആരും പ്രതികരിക്കരുത്, മൗനം പാലിക്കാൻ വേണ്ടി പറഞ്ഞു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, കാരണം യുദ്ധം നടക്കുന്ന സമയമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളെ കൊല്ലാൻ ഇഷ്ടപ്പെട്ടവരല്ല, യുദ്ധം കത്തിക്കാൻ ഇഷ്ടപ്പെട്ടവരല്ല. പക്ഷേ പ്രതിരോധിക്കേണ്ട ഘട്ടം വന്നപ്പോൾ ഇസ്ലാം പ്രതികരിക്കാൻ പറഞ്ഞതുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് വരുന്നതാണ് അള്ളാഹുവിന്റെ ഹബീബ്. അതുകൊണ്ട് ഒരിക്കലും ഒരു തിന്മയെ തിന്മ കൊണ്ട് നേരിടരുത്. ആ വെല്ലുവിളിക്കാരും മറുപടി പറയണ്ട എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ല വാക്കിലൂടെ ഒരു മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരുന്ന പോലെ ഇസ്ലാമിലേക്ക് തന്നെ കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും. ഒരു നല്ല വാക്ക് മതിയാവും ഇസ്ലാമിലേക്ക്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്നുറക്കെ ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه.